തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് രുചികരമായ ഒരു ഇഡലി തയ്യാറാക്കാം. ഫാസ്റ്റിങ്ങിനും ഷുഗറുള്ളവർക്കും അത്യുത്തമമായ ഒരു ഇഡലിയാണിത്. ഈ പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അരമണിക്കൂറിൽ ഇഡലി തയ്യാറാക്കാം. 1/2 കിലോ പാക്കറ്റാണിത്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഒരു കപ്പ് തൈര് ചേർക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് 10 മിനിറ്റായി. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മുടെ ഇഡ്ഡലി മാവ് കറക്റ്റായി. സാധാരണ അരി ഉഴുന്ന് അരയ്ക്കുന്ന ഇഡ്ഡലി മാവിൻ്റെ അതേ അളവാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഡ്ഡലി പാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. തട്ട് 2 റെഡിയായി. ഇതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അത് ഫ്രീ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം തടവുക. കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നിങ്ങളുടെ സൗകര്യം പോലെ എണ്ണ തടവാം. ഞാൻ കൈ കൊണ്ടാണ് തടവുന്നത്. മാവൊഴിക്കുകയാണ്. വെള്ളം തിളച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ തിളച്ചിട്ടില്ല, തിളയ്ക്കാറാവുന്നേ ഉള്ളൂ. സാധാരണ അരി ഉഴുന്നും ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരല്പം കൂടി സമയം വേണം. വേവട്ടെ, ആവി പോയിട്ട് കാണിക്കാം. നമ്മുടെ ഇഡ്ഡലി വെന്തോന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇഡ്ഡലി എടുക്കാം കേട്ടോ. ഇഡ്ഡലി റെഡിയായി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ഇഡ്ഡലി. നല്ല സ്മൂത്ത് ഇഡ്ഡലിയാണ്. നമ്മുടെ ഇഡ്ഡലി റെഡിയായി. നല്ല ഭംഗിയുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മുടെ
അരിയും ഉഴുന്നും ഇല്ലാത്ത ഫാസ്റ്റിംഗ് ഇഡ്ഡലി റെഡിയായി. ഇങ്ങനെയുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്, തേങ്ങ ചട്നി. നിങ്ങളിത് ഷുഗറുകാർക്കും ഫാസ്റ്റിങ്ങിനും അത്യുത്തമ ആഹാരമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.